പത്തനംതിട്ടയിലെ പോലീസ് മർദ്ദനത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ മുഖ്യമന്ത്രിയെ തെറ്റിദ്ധരിപ്പിച്ചെന്ന ആരോപണവുമായി മർദ്ദനമേറ്റ സിതാര. ബാറിലെത്തി തങ്ങൾ സംഘർഷമുണ്ടാക്കിയെന്ന് വരുത്തി തീർക്കുന്ന തരത്തിൽ പോലീസ് റിപ്പോർട്ടുണ്ടാക്കി. തെറ്റായ റിപ്പോർട്ട് നൽകിയ അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകും. പോലീസ് എഫ്ഐആറിൽ മർദ്ദിച്ച ഉദ്യോഗസ്ഥരുടെ പേര് ചേർക്കണമെന്നും സിതാര ആവശ്യപ്പെട്ടു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിയമസഭയിൽ നടത്തിയ പരാമർശം വളരെയധികം വേദനിപ്പിച്ചു. കാരണം പരാതിക്കാരിയായ ഞാൻ ഉൾപ്പെടുന്ന സംഘം ബാറിലെത്തി ബഹളമുണ്ടാക്കുകയും സംഘർഷമുണ്ടാക്കുകയും ചെയ്തുവെന്ന് വരുത്തി തീർക്കുന്ന തരത്തിൽ തെറ്റായ റിപ്പോർട്ട് നൽകി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഉണ്ടായത്. ഈ ഒരു തെറ്റായ റിപ്പോർട്ട് നൽകിയ അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് പരാതി നൽകുക തന്നെ ചെയ്യും. നിലവിൽ ജില്ലാ ക്രൈംബ്രാഞ്ചിൻ്റെ കീഴിലാണ് ഈ കേസ് ഈ അന്വേഷണം നടക്കുന്നതെന്ന് അറിയുന്നു. എങ്കിലും എഫ്ഐആറിൽ പ്രതികളായിട്ടുള്ളവരുടെ പേര് ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ ഒരു എഫ്ഐആർ ഇട്ടതിന് ശേഷം അന്വേഷണം നടത്തണമെന്നാണ് ആവശ്യപ്പെടാനുള്ളത്. പ്രവീൺ പുരുഷോത്തമൻ നൽകും വിശദാംശങ്ങൾ. പ്രവീൺ, നിയമസഭയിൽ പറഞ്ഞ മുഖ്യമന്ത്രി വാക്കുകളാണ് അവരെ തെറ്റിദ്ധരിക്കുന്ന രീതിയിലായിരുന്നു എന്ന് പറയുന്നത്. അത് തെറ്റിദ്ധരിപ്പിച്ചതാണ് മുഖ്യമന്ത്രി എന്ന് പറയുന്നു. ഇനിയിപ്പോൾ ഏത് രീതിയിൽ മുന്നോട്ട് പോകാനാണ് ഇവർ തീരുമാനിച്ചിരിക്കുന്നത്? ശ്രുതി, നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് പത്തനംതിട്ടയിൽ പോലീസ് മർദ്ദനമേറ്റ സിതാരയുടെ തീരുമാനം. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ ഈ വിഷയം പരാമർശിച്ചിരുന്നു. മുഖ്യമന്ത്രി വ്യക്തമാക്കിയത് അവിടെ ബാറിന് മുന്നിൽ ഒരു സംഘർഷാവസ്ഥ ഉണ്ടായിരുന്നു. അത് പ്രകാരമാണ് പോലീസ് അവിടേക്ക് എത്തിയത്. ഈ വിവാഹ പാർട്ടിക്കാരുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകളിൽ ചിലർ ബാറിലേക്ക് ചെന്നതായും അവിടെ ബാറിന്റെ മുൻവശത്ത് ആളുകളുമായി തർക്കമുണ്ടാവുകയും ചെയ്തതായി അങ്ങനെ ഒരു കാര്യമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞത്. മുഖ്യമന്ത്രിയുടെ ഈ വാക്കുകളെ പറ്റിയാണ് സിതാര പറയുന്നത്. മുഖ്യമന്ത്രിയുടെ വാക്കുകൾ തന്നെ വേദനിപ്പിച്ചു. പ്രധാനമായും സിതാര പറയുന്നത് അവിടെ എന്താണ് സംഭവിച്ചത് എന്നത് സംബന്ധിച്ച് തെറ്റായിട്ടുള്ള ഒരു റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് നൽകി. മുഖ്യമന്ത്രിയെ അന്വേഷണ ഉദ്യോഗസ്ഥർ തെറ്റിദ്ധരിപ്പിച്ചു. അങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചതുകൊണ്ടാണ് തങ്ങൾക്കെതിരെ ഒരു പരാമർശം മുഖ്യമന്ത്രി നിയമസഭയിൽ നടത്തിയതെന്നാണ് സിതാര പറയുന്നത്. അങ്ങനെ തെറ്റായ റിപ്പോർട്ട് നൽകിയ അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ മുഖ്യമന്ത്രിക്ക് തന്നെ പരാതി നൽകുമെന്നും സിതാര വ്യക്തമാക്കുന്നു. മറ്റൊന്ന്, എഫ്ഐആറിൽ പോലീസ് പേഴ്സൺസ് എന്ന് മാത്രമാണ് പ്രതികളുടെ സ്ഥാനത്ത് എഴുതിയിരിക്കുന്നത്. അതിന് പകരം തങ്ങളെ മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥരുടെ പേര് എഫ്ഐആറിൽ കൃത്യമായി രേഖപ്പെടുത്തണമെന്നും സിതാര ആവശ്യപ്പെടുന്നു. മറ്റൊന്ന്, ഇക്കാര്യത്തിൽ ഒരു ജില്ലാ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ തുടരന്വേഷണം നടക്കുമ്പോൾ എഫ്ഐആറിൽ പോലീസുകാരുടെ പേര് കൂടി ഉൾപ്പെടുത്തിയ ശേഷം മാത്രമായിരിക്കണം അന്വേഷണം നടത്തേണ്ടതെന്നാണ് സിതാര പറയുന്നത്. ശ്രുതി, പ്രവീൺ പുരുഷോത്തമനാണ് വിശദാംശങ്ങൾ നൽകിയത്.